ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള വ്യാജ കേസെന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽ മോചനം ആഘോഷിക്കാൻ കൊണ്ടുവന്ന പടക്കം പോലീസ് പിടിച്ചെടുത്ത സാഹചര്യമുണ്ടായി. പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ, സെക്രട്ടറി ജിമോൻ കല്ലുപുരയ്ക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാക്കനാട് ജില്ലാ ജയിലിന്റെ മുമ്പിൽ തടിച്ചുകൂടിയത്. ഇപ്പോൾ ജിജീഷ് കരുണാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, അവിടെയും വലിയ സീൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ജയിലിനകത്ത് ബോബി ചെമ്മണ്ണൂർ വലിയ നാടകം കളിച്ചു. ആ നാടകം കൃത്യമായി അത് എതിരാകുമെന്ന് കണ്ടപ്പോൾ തടിയൂരി രക്ഷപ്പെടുന്ന കാഴ്ച അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മെൻസ് അസോസിയേഷൻ രംഗത്ത് വരികയാണ്. എന്തെല്ലാമാണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ഇന്നലെ വൈകുന്നേരം നടന്ന നാടകീയ സംഭവങ്ങൾ അതിനെ ഒരിക്കൽ കൂടി അതിന്റെ ഒരു പുനരാവിഷ്കാരം അല്ലെങ്കിൽ വീണ്ടും അത് തനിയാവർത്തനം നടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകുന്ന സമയത്ത് അവിടെ സ്വീകരണം ഒരുക്കാനായിരുന്നു ആളുകൾ എത്തുകൂടിയത്. എങ്കിൽ ഇവിടെ മെൻസ് അസോസിയേഷൻ എത്തിയിരിക്കുന്നത് പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാനായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായ ശേഷമാണ് അവർ പുറത്തേക്ക് എത്തിയത്. എന്നാൽ ഇവിടെ ആഹ്ലാദ സൂചകമായി പുറത്തിറങ്ങിയതിന്റെ ആഹ്ലാദ സൂചകമായി പടക്കം പൊട്ടിക്കാൻ, മാലപ്പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു മെൻസ് അസോസിയേഷൻ നടത്തിയത്. എന്നാൽ ആ ഒരു ശ്രമത്തെ പോലീസ് എതിർത്തു. ഏതെങ്കിലും കാരണവശാൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടി ഈ പൊതുസ്ഥലത്ത് അനുവദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. മാത്രമല്ല, അതീവ സുരക്ഷാ മേഖലയാണ് ജയിൽ പരിസരം, അവിടെ ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അത് തടഞ്ഞു. അങ്ങനെ ഏറെ നേരം വാക്കുതർക്കം ഉണ്ടായി. മെൻസ് അസോസിയേഷൻ പ്രവർത്തകരും ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരായി എത്തിയിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ആളുകളും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പോലീസ് പിന്നീട് ഈ പടക്കം പിടിച്ചെടുത്തു, വാഹനത്തിലേക്ക് മാറ്റി. പടക്കം പൊട്ടിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ നിന്നു. എന്നാൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു ആഹ്ലാദ പ്രകടനത്തിലേക്ക് പോകുമെന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പൊ പടക്കമൊക്കെ പിടിച്ചു, ഇനി എന്താണ് നമ്മുടെ ഒരു നിലപാടെന്ന്? ഇനി നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പടക്കം പൊട്ടിക്കാനുള്ള ഞങ്ങൾ പൊട്ടിച്ചിരിക്കും. അതിന് സന്തോഷം നമ്മൾ ആഘോഷിക്കണ്ടേ? തെറ്റ് ചെയ്യാത്തവൻ ആയതുകൊണ്ടാണ്. കാരണം 25 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾക്കറിയാം ബോബി ചെമ്മണ്ണൂർ ആരാണെന്ന്. അല്ലാതെ ബിസിനസ് മാത്രമല്ല, കാരുണ്യം മാത്രമല്ല, അയാളുടെ മായ കൊണ്ട് അയാൾ അബദ്ധങ്ങൾ പറയുന്നതാണ്. അയാൾ ആരെയും വേറൊരു ദുരുദ്ദേശത്തിൽ നോക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടി 3-4 ദിവസം അതിന്റെ പുറകിൽ തന്നെയാണ് ഞങ്ങൾ. ഭയങ്കര ഗൂഢാലോചനയുടെ പുറത്ത് തന്നെ ബോബി ചെമ്മണ്ണൂരിനകത്താക്കിയിരിക്കുന്നത്. ലോട്ടറി, മദ്യം, ഈ ലോട്ടറി കച്ചവടമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇതിലാക്കാൻ കാരണം. സർക്കാർ പിണറായി വിജയൻ പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ച് പറഞ്ഞിരുന്നു ലോട്ടറിയുടെ പരിപാടി നിർത്താൻ. അത് കേൾക്കാതെ ഇരുന്നപ്പം സുപ്രീം കോടതി കേസ് കൊടുത്തു. അത് വിധി ബോബി ചെമ്മണ്ണൂർ അനുകൂലമായിട്ട് വന്നു. അതിൻ്റെ പകപോക്കലാണ് ഹണി റോസിനെ കൊണ്ട് ഈ കള്ളക്കേസ് അയാളെ കൂടിയിരിക്കുന്നത്. ഇതാണ് സത്യം. ഇതൊരു പകപോക്കലാണ് എന്ന കാര്യമാണ് മെൻസ് അസോസിയേഷനും ബോബി ചെമ്മണ്ണൂർ ഫാൻസ് അസോസിയേഷനും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇത് ആസൂത്രിതമായിട്ടാണ് ഇത്തരമൊരു അറസ്റ്റും തുടർ നടപടികളും ഉണ്ടായത്. അതിലേക്ക് ബോബി ചെമ്മണ്ണൂർ നടത്തിയ ലോട്ടറി അല്ലെങ്കിൽ നറുക്കെടുപ്പ് ബിസിനസ്, തേയിലയോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് സർക്കാരിന് എതിരായിട്ടുണ്ട്. അത് അത്തരം കാര്യങ്ങൾ ഈ ഒരു പകപോക്കലിനിടയാക്കി എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇന്നലെ സ്വീകരിക്കാനെത്തിയ ആളുകളുടെ ഒരു തിക്കും തിരക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മെൻസ് അസോസിയേഷൻ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ സംഘടിക്കുകയും അവിടെ പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ സംഘർഷത്തിന്റെ സാധ്യതയിലേക്കും അത് പതുക്കെ അയഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും എല്ലാം എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാൻ ഇന്നും ബോണ്ട് ഒപ്പിടാൻ തയ്യാറാകുമോ, ബോണ്ട് ഒപ്പിട്ട് പുറത്തിറങ്ങാൻ തയ്യാറായി മുന്നോട്ട് വരുമോ എന്നതെല്ലാം തന്നെയായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ 10 മണിക്ക് മുമ്പായി തന്നെ കോടതി ഇത് പ്രത്യേകമായി പരിഗണിക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നു. തൊട്ട് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ നടപടികൾ വേഗത്തിലാക്കുന്നു. അതിനുശേഷം ബോംബ് ഒപ്പിട്ടുകൊണ്ട് പുറത്തേക്ക് ജയിൽ മോചിതനായി പുറത്തു വരുന്നു. നേരത്തെ എടുത്ത അതേ നിലപാട് പറയുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല താൻ ജയിലിൽ തുടരാൻ തീരുമാനിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. 26ഓളം പേർ ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ, പണം അടക്കാൻ കഴിയാതെ ജയിലിൽ തുടരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് താൻ അവിടെ തുടർന്നത് എന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്ന് അതിന്റെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് ജയിൽവാസം തുടർന്നു എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മടങ്ങിയത്. അതൊരു കോടതി അലക്ഷ്യമായി താൻ കണക്കാക്കുന്നില്ല എന്നും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോടായി പ്രതികരിച്ചിരുന്നു. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായിരിക്കുന്നു. ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാം തന്നെ മറുഭാഗത്ത് ശക്തമാകുന്നു. അതേ സമയത്ത് തന്നെ കോടതിയിൽ നിന്നുണ്ടാകുന്ന
ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില നിലപാടുകളും വിശദീകരണം തേടലും എല്ലാം തന്നെ ഈ മറുഭാഗത്ത് കോടതിയിൽ നടക്കുകയും ചെയ്യുന്നു. ശരി ജിജീഷ്, രേഷ്മയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. രേഷ്മ, ഈ കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂരിന് നൽകിയ ജാമ്യം റദ്ദാക്കാൻ പറയാൻ അറിയാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മാത്രവുമല്ല, ജയിലിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ നാടകങ്ങളെ അങ്ങേയറ്റം വിമർശിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ മറ്റ് സഹതടവുകാരുടെ കാര്യം നോക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്? ഇവിടെ നീതിന്യായ സംവിധാനം നിലനിൽക്കുന്നുവെന്ന കർശനമായ ഭാഷയിലാണ് അവിടെ ഹൈക്കോടതിയിൽ നിന്നും പ്രതികരണം ഉണ്ടായത്. 12 മണിക്ക് അഭിഭാഷകൻ എന്ത് പറയും ഹൈക്കോടതിയുടെ മുൻപിൽ? നീലിമ, ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജയിലിൽ ഇത്തരമുള്ള ഒരു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്? അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പായിരിക്കണം ഇന്ന് 12 മണിയോട് കൂടി ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകർ മുഖേന ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ടത്. ആ വിശദീകരണം കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുക. പ്രധാനമായിട്ടും ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് നൽകിയ ജാമ്യം അത് റദ്ദാക്കാൻ അറിയാം എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പടിയായിട്ട് നോട്ടീസ് നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഈ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും എന്താണ് സ്വീകരിക്കേണ്ടത്, ജാമ്യം റദ്ദാക്കണമോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുക. എന്തായാലും ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉത്തരവ് കൂടി നിർദ്ദേശം നൽകും. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ കേസിന്മേൽ അന്വേഷണം പൂർത്തീകരിക്കാൻ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടത്തിക്കരുത് എന്നുള്ള കർശന സ്വരവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും നീലിമ പറഞ്ഞതുപോലെ തന്നെ ഈ കാരണം കാണിക്കൽ വിശദീകരണം അല്ലെങ്കിൽ കാരണം കാണിച്ചുകൊണ്ടുള്ള വിശദീകരണം അത് ലഭിച്ച ശേഷമായിരിക്കും എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കൂ. എന്തായാലും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ഈ ഇത്തരമുള്ള നാടകീയ രംഗങ്ങൾക്ക് ആധാരം എന്ന് പറയുന്നത് സാങ്കേതിക കാരണങ്ങളായിട്ട് വർഷങ്ങളായിട്ട് റിമാൻഡിൽ തുടരുന്ന തടവുകാർക്ക് അതിന് താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂര് ജാമ്യം അനുവദിച്ച ഉത്തരവ് നടപ്പാക്കാനായിട്ട് വിസമ്മതിച്ചത്. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അതിന് ഹൈക്കോടതി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബോബി ചെമ്മണ്ണൂർ ആരാണ് റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ, അതിന് നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു പരാമർശമാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഹൈക്കോടതി എന്തായാലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂര് നാടകം കോടതിയോട് കളിക്കേണ്ട. അത് മാത്രമല്ല, റിമാൻഡ് തടവുകാരെ കുറിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, അല്ലെങ്കിൽ കോടതിയോട് അവഹേളനം കാട്ടാം എന്നുള്ള രീതി വേണ്ട എന്നാണ് ഹൈക്കോടതി കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 12 മണിക്ക് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഈ വിശദീകരണ കുറിപ്പ് നൽകണം. അതിനുശേഷമായിരിക്കും മറ്റു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുക. എന്തായാലും ഒരുപക്ഷെ ഇന്നലത്തെ നാടകീയ രംഗങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശശുദ്ധി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ വിശദീകരണ കുറിപ്പ് നൽകുക. കാരണം റിമാൻഡ് തടവുകാരുടെ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ താൻ അത് എല്ലാവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു എന്നുള്ള നിലപാട് ഒരു പക്ഷേ ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെച്ചേക്കാം. പക്ഷേ അതൊന്നും ഹൈക്കോടതി മുഖവിലേക്ക് എടുക്കില്ല. അത് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞതുമാണ്. എന്തായാലും ഹൈക്കോടതി നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ കാട്ടിയ നാടകീയ രംഗങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയോട് ഉള്ള അവഹേളനയാണ്. അതോടൊപ്പം തന്നെ ഈ മുതിർന്ന അഭിഭാഷകനെ അപമാനിക്കുക കൂടി. രേഷ്മ, അത് അനുബന്ധമായി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ രാമൻപിള്ള വക്കീലിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കാം ഇങ്ങനെയൊന്ന്. തീർച്ചയായിട്ടും നീലിമ, കാരണം നമുക്കറിയാം B. രാമൻപിള്ള എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനാണ്, ഒരു ക്രിമിനൽ ലോയറാണ്. അദ്ദേഹം ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിട്ട് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി വാദഗതികളാണ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അത് മാത്രവുമല്ല, ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നത് അടക്കമുള്ള തെളിവുകളായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. അതിനെതിരെ നിന്നുപോലും നിലവിൽ ഈ വീണ്ടും റിമാൻഡിൽ തുടരേണ്ടതില്ല എന്നുള്ള വാദഗതികൾ മുതിർന്ന അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിക്കുകയും. ഈ ഇത്തരത്തിലുള്ള ഒരു അഭിഭാഷകനെ കൂടി അപമാനിക്കുകയും
അപമാനിക്കുന്ന തരത്തിലേക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രവൃത്തി പോയി എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായിട്ടും വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നിലുവ പറഞ്ഞതുപോലെ തന്നെ വി രാമൻപിള്ള വക്കീലിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിട്ട് ഇത് രേഖപ്പെടുത്തേണ്ടി വരും. കാരണം ഇതിനു മുന്നേ ഒന്നും തന്നെ കേട്ടുകേൾവി പോലുമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അഭിഭാഷകനെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, അപൂർവ നടപടിയിലേക്കാണ് ഹൈക്കോടതി ഇന്ന് കടന്നത്. എന്തായാലും ഹൈക്കോടതി 12 മണിക്ക് ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അഭിഭാഷകർ മുഖേന ബോബി ചെമ്മണ്ണൂർ നൽകുന്ന വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും തുടർ നടപടിയിലേക്കും തീരുമാനത്തിലേക്കും സിംഗിൾ ബെഞ്ച് കടക്കുക. നീലിമ. ശരി രേഷ്മ, നമുക്ക് 12 മണി വരെ കാത്തിരിക്കാം. അതേസമയം കാക്കനാട് ജയിലിന് സമീപത്ത് പറഞ്ഞപ്പോ അവര് പോവുകയാണ്. പിന്നെന്താ, അവര് പോവുകയാണ്. അവര് നമ്മളെ അനുസരിക്കുന്നു, നിയമം അനുസരിക്കുന്നു. ബാക്കി ഭാരവാഹികൾ വിളിച്ചോ നേതാക്കന്മാര് വിളിച്ചല്ലോ. ഞങ്ങൾ സമാന